ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമുക്കൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിനകത്ത് ഇലക്ട്രിസിറ്റി വേണം. നമുക്കറിയാം, നമുക്ക് ഇലക്ട്രിസിറ്റി തരുന്നത് കേരളത്തിലെ KSEB ആണ്. വലിയ വലിയ പ്രൊജക്ട്സ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അപ്രൂവൽ വേണം. എന്നാൽ ഈ KSEBയോ ഇൻസ്പെക്ടറേറ്റോ നമ്മുടെ ബിൽഡിങ്ങിനുള്ളിലെ വർക്കുകളൊക്കെ ചെയ്ത് നമുക്ക് തരുമോ? ഇല്ല. അവർ ലൈസൻസിങ് ഏജൻസീസാണ്, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന ഏജൻസീസാണ്. അപ്പോൾ ഒരു കോൺട്രാക്ടർ റോള് അവിടെയാണ് വരുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അവർ പറയുന്ന ഡിസൈൻ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഡിസൈൻ ചെയ്യുക. ആ ഡിസൈൻ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ട്രാൻസ്ഫോമർ, ജനറേറ്റർ, പാനൽ, സ്വിച്ച്, വയേഴ്സ് ഇതെല്ലാം പ്രൊക്യൂർ ചെയ്ത് സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ഡിസൈൻ അനുസരിച്ച് ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നോ KSEBയിൽ നിന്നോ ഇതിൻ്റെ അപ്രൂവൽസ് എടുത്ത് സേഫായിട്ട്, സെക്യൂറായിട്ട് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ ഫെസിലിറ്റി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലുമോ ഒരു ഇലക്ട്രിക്കൽ പ്രൊജക്ട്സ്, അത് ചെറുതോ വലുതോ ആവട്ടെ, അങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് നല്ലൊരു കോൺട്രാക്ടറെ ആവശ്യമുണ്ട്, ഫിക്സ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് സഹായിക്കാൻ സാധിക്കും.